സംവരണ വിഭാഗത്തിൽ ഉയർന്ന മാർക്ക് നേടിയാൽ ജനറലായി പരിഗണിക്കുന്ന സുപ്രീം കോടതി പറഞ്ഞ യുക്തി എന്താണ്? എന്തുവാടെ ഇതൊക്കെ? സംവരണത്തില് ഉയർന്ന മാർക്ക് നേടിയാൽ ജനറലായി പരിഗണിക്കും. അതെന്താ അതിന്റെ അർത്ഥം? ഉയർന്ന മാർക്ക് നേടിയ ജനറലായിട്ട് പരിഗണിക്കും എന്ന് പറയുമ്പോൾ ഈ ജനറൽ കോട്ട ബാക്കി വരുന്ന 40 ഇൻ എഫക്റ്റ് ജനറൽ കോട്ട 40% വരുന്ന അതിലേക്ക് ഒരു ജനറൽ കാൻഡിഡേറ്റ് ആയിട്ട് അയാളെ പരിഗണിക്കും. അയാളെ സംവരണത്തിൽ വിടത്തില്ല എന്നല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എനിക്ക് മനസ്സിലായില്ല. അത് പുരോഗമനപരമാണോ? പുരോഗമനപരമാണ് എങ്കിൽ സംവരണം റിഗ്രസീവ് ആണ്. സംവരണം റിഗ്രസീവ് ആണ്. നിങ്ങളിപ്പോ മാർക്ക് കൂടിയ ഒരാള്, മെറിറ്റ് കൂടിയ ഒരാള്, അയാൾക്ക് ജാതിയുടെ പ്രശ്നം ഇല്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്? കോടതി അങ്ങനെയല്ലേ പറയുന്നത്? അത് തന്നെയല്ലേ നമ്മള് പണ്ടേ പറയുന്ന കാര്യം. അങ്ങനെയല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയല്ലല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സപ്ലിമെന്ററി ലിസ്റ്റിൽ ആർക്കാണ് നിയമനം കൊടുക്കേണ്ടത്? ഏറ്റവും മാർക്ക് കുറഞ്ഞവനല്ലേ, ലിസ്റ്റിലെ വരാത്തവനല്ലേ ആദ്യം ജോലി കൊടുക്കേണ്ടത്? മാർക്ക് കൂടുന്നത് ഒരു കുറ്റമായിട്ട് വരികയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത് ആൻഡേ മെറിറ്റ് ആണ്. ശരി, സംവരണ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പ്രിവിലേജ് ആണ്. നിങ്ങൾക്ക് ഒരു 50-50 വെച്ച് സംവരണം കിട്ടുമ്പോൾ നിങ്ങൾക്ക് നിയമനം കിട്ടുന്നു എന്നുള്ള അല്ല എൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് നോട്ട് മിയർ റെപ്രസെന്റേഷൻ. കൈൻഡ്ലി ലിസൺ. ഇറ്റ്സ് നോട്ട് മിയർ റെപ്രസെന്റേഷൻ. ദർ ഇസ് നോ റെപ്രസെന്റേഷൻ. അങ്ങനെ റെപ്രസെന്റേഷനേ ഇല്ല. ഒരാൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി റെപ്രസെന്റഡ് ആവുന്നു എന്നൊക്കെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ വെറും വിചാര വൈകൃതമാണത്, ചിന്താ വൈകൃതമാണ്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാള് മൂവാറ്റുപുഴയിൽ ഒരു LD ക്ലർക്കായിട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു വിറയലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് വലിയ കഷ്ടമാണ്. അതിന് ആരെ റെപ്രസെന്റ് ചെയ്യില്ല. നിങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്ന ആളൊന്നും അല്ല അവിടുത്തെ LD ക്ലർക്കോ പോലീസ് ഓഫീസറോ, അല്ലെങ്കിൽ അങ്ങനെയല്ല. അങ്ങനെ പോവുകയാണെങ്കിൽ അത് കറപ്ഷനാണ്. ഇത് പോട്ടെ, ഞാൻ അതിനെക്കുറിച്ചല്ല പറയാം. ഇത് ഈ സംവരണം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് മിയർ റെപ്രസെന്റേഷൻ ഓഫ് അക്കോമഡേഷൻ. എങ്ങനെയാന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഒരു ജനറൽ ലിസ്റ്റിൽ ഒരാളെ അപ്പോയിന്റ് ചെയ്തു, 2 അല്ലെ 3 പോസ്റ്റ് ഉണ്ട്. 1 OC ഫ്രഷ് റിക്രൂട്ട്മെന്റ്, 2 ഏതാണ്? 2 ഈഴവ, 3 OC, 4 SC ST. അപ്പൊ 4 പേരെ, 4 സീറ്റ് ഉണ്ട്, 4 പേരെ റിക്രൂട്ട് ചെയ്യുന്നു. 1 റാങ്കുകാരന് കൊടുക്കുന്നു, 2 ഈഴവ, ഒരു 3 റാങ്കുകാരനോ 4 റാങ്കുകാരനോ ഈഴവാണെന്നിരിക്കട്ടെ, അവനവിടെ വരുന്നു. 3 OC 2 റാങ്കുകാരന് കൊടുക്കുന്നു. 4 SC നോക്കുമ്പോൾ താഴോട്ട് വരുമ്പോൾ ഒരു 50-ഓ 100-ഓ അല്ല, ചിലപ്പോൾ ആ ലിസ്റ്റിന് പുറത്തായിരിക്കും. പണ്ടത്തെയാണ്, ഇപ്പൊ അങ്ങനൊന്നും അല്ല, ഇപ്പൊ ഒരുപാട് മേളിൽ വരും. ഏറ്റവും ആദ്യം കാണുന്ന SC ആണ് ഈ 4 റാങ്കുകാർ വരുന്നത്. അപ്പൊ 4 പേരാണ് പോയിട്ടുള്ളത്. അവിടെ റാങ്ക് അടിസ്ഥാനത്തിൽ അയാൾക്ക് ഒരുപക്ഷെ ഒരു 100-ഓ 150-ഓ അല്ലെങ്കിൽ 500 പേരെ നിയമിക്കുമ്പോഴേ ഇയാൾക്ക് കിട്ടാൻ പാടുള്ളൂ യഥാർത്ഥത്തിൽ. പക്ഷെ ഇയാൾക്ക് 4ാമത് കിട്ടിയിരിക്കുന്നു. അപ്പൊ 3ാം റാങ്കുകാരൻ ഇതുവരെ റിക്രൂട്ട്മെന്റ് ആയിട്ടില്ല. അപ്പൊ ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? ഇവിടെ സ്ഥാനം കിട്ടുക മാത്രമല്ല, മുന്തിയ സ്ഥാനം കിട്ടുമെന്ന് മാത്രമല്ല, ഏർലി കിട്ടുക എന്ന് മാത്രമല്ല, സീനിയോറിറ്റി കിട്ടുക എന്ന് മാത്രമല്ല, ഈ 3 വർഷം കൂടെ കഴിഞ്ഞാലും ചിലപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് ഈ 4 പേര് മാത്രമേ പോവുള്ളൂ, ബാക്കിയുള്ള ആർക്കും കിട്ടുകയില്ല. അതാണ് സംവരണ റൊട്ടേഷൻ വ്യത്യാസം. ഇവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന സംവരണ മാർക്ക് കൂടിപ്പോയി എന്നുള്ള കുറ്റത്തിന് സംവരണ ആനുകൂല്യത്തിൽ നിന്ന് ഒരാളെ ഒഴിവാക്കുന്നത്. ഇത് ഞാൻ കുറച്ച് വോക്ക് ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യാവകാശ ധ്വംസനം കൂടിയാണ്. വോക്ക് ലാംഗ്വേജ്. ഓക്കെ.